ഭയങ്കര സങ്കടമുണ്ട് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞേല്. സുരേഷ് ഗോപി അങ്ങനെ ഒരിക്കലും ഒരു കാലത്ത് പറയാൻ പാടില്ല. സുരേഷ് ഗോപിക്ക് ദുരന്ത മേഖല സന്ദർശിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. സുരേഷ് ഗോപിക്ക് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് ദേഷ്യം പിടിക്കുന്നതിലൊക്കെ ഇത്തരം എം പിമാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇത് തൃശ്ശൂരിന്റെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ മണ്ടത്തരമാണ് പറ്റിയത്. സുരേഷ് ഗോപി ഇതിനെ വളരെ ലാഘവത്തോട് കൂടി കണ്ടുകൊണ്ട് വയനാട് നിവാസികളെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനാവണം, അപ്പോഴാണ് മറ്റു മനുഷ്യന്മാരുടെ ജീവന്റെ വിലയും അത് എത്രത്തോളം വലുതാണെന്നുള്ളതും ചെറുതാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മാനസിക പരിഗണന വേണം, മനുഷ്യനാവണം. മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ആരാണെങ്കിലും സാധാരണ ഒരു മനുഷ്യനാവണം. 5 വർഷം നമുക്ക് കാണാലോ. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ മൊത്തം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തന്നെ എത്തിക്കും. ഈ വയനാട്ടിൽ ഇത്രയും വലിയൊരു മഹാദുരന്തം നടന്നിട്ട് അദ്ദേഹത്തിന് ഇത്രയും കേരളത്തിനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞു പോയി തൃശ്ശൂരുകാരെ പറ്റിച്ച് വോട്ട് നേടിയ ആളാണ്. അപ്പം ഇത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ടത് തൃശ്ശൂരുകാർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ. ഇതൊക്കെ ചെറിയ ദുരന്തം പറഞ്ഞാലേ ആ പറയുന്ന ആള് പൊട്ടനാ, വേറെ ഒന്നുമല്ല. എത്രയും ജനങ്ങൾ പറയുമ്പോ അതിനെപ്പറ്റി ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ജനങ്ങളോടൊന്നും വലിയ ബാധ്യതയില്ല. സുരേഷ് ഗോപിനെ പറ്റി നല്ലൊരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ല. അയാൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണല്ലോ, ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ മറുപടിയും അങ്ങനെയാണ്. അവൻ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ പറയും തൃശ്ശൂർ എന്റേതാണ്, തൃശ്ശൂർ എന്റേതാണ്, തൃശ്ശൂർ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക, എടുത്ത് ജനങ്ങൾ ജയിപ്പിച്ച്. പക്ഷെ 2 അക്ഷരമാണ് നന്ദി. മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മന്ത്രിയാണ്, അല്ല BJPന്റെ മന്ത്രി അല്ലല്ലോ, ജനങ്ങളെ മന്ത്രിയല്ല. തൃശ്ശൂർക്കാരോട് പറഞ്ഞ ജയിപ്പിച്ചതിന് നിങ്ങളെ ഞങ്ങൾ പറയുന്നുണ്ട് വയനാട്ടുകാർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഉരുൾപൊട്ടിയോടുത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് ഒന്നും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ്. ജനങ്ങളുടെ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി വന്നത്. സുരേഷ് ഗോപി വരാതെ ഇരിക്കുകയായിരുന്നു അതിനേക്കാൾ നല്ലത്. നമുക്കറിയാം കുറെ അമ്പലങ്ങളും മറ്റേ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഷോ ഓഫ് കാണിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ ഒരു മന്ത്രി എന്നതിലും സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപിക്ക് ദുരന്ത മേഖല സന്ദർശിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. സുരേഷ് ഗോപിക്ക് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് ദേഷ്യം പിടിക്കുന്നതിലൊക്കെ ഒരു സിനിമ സ്റ്റൈലിൽ നടക്കുന്ന ഒരാളാണ്. സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ജനങ്ങളോടൊന്നും വലിയ ബാധ്യതയില്ല. സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലേ, നമ്മളൊന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ കണ്ണൂരിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത വോട്ടാണ്, പാർട്ടിന്റെ വോട്ടൊന്നുമല്ല എന്ന് പറഞ്ഞില്ലേ. 7 മന്ത്രിന്റെ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവി കിട്ടണമെന്ന് പറഞ്ഞ ആളാണ്. കർണാടകയുടെ തമിഴ്നാടിന്റെ പദവി കിട്ടണമെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് ഒരു ബാധ്യതയും ഇല്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ഇവിടെ ഉരുൾപൊട്ടൽ നടന്ന് കേരളത്തിന്റെ ആകെ ഉള്ള ഒരു കേന്ദ്രമന്ത്രി, കേരളത്തിൽ ആകെ 2 മന്ത്രിമാരുള്ളൂ, അതിലൊരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി, BJPയുടെ കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി വന്നത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും കർണാടകത്തിലുള്ള നേതാക്കന്മാരും തമിഴ്നാട്ടിലുള്ള നേതാക്കന്മാരും ഒക്കെ വന്നു കഴിഞ്ഞതിന്റെ ശേഷം സുരേഷ് ഗോപി കണ്ണിൽ എണ്ണൊഴിക്കുന്ന പോലെ ആളുകൾ കാത്തിരുന്നപ്പോൾ സുരേഷ് ഗോപി വെറുതെ ഒന്ന് വന്നു. സുരേഷ് ഗോപി വെറുതെ ഒന്ന് തിരിച്ചുപോയി. ഏതോ ഒരു പടത്തിൽ പറഞ്ഞതുപോലെ വെറുതെ വന്നു വെറുതെ പോയി. അല്ലാതെ സുരേഷ് ഗോപിക്ക് കേരളത്തില് ഇതുപോലെ ഉരുൾപൊട്ടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടല്ല. ആ ഉരുൾപൊട്ടിയോടുത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് ഒന്നും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ്. ജനങ്ങളുടെ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി വന്നതിൽ. സുരേഷ് ഗോപി വരാതെ ഇരിക്കുകയായിരുന്നു അതിനേക്കാൾ നല്ലത്. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി വന്നു, സാധാരണ ഒരു വിസിറ്റർ വന്നു പോണ മാതിരി അദ്ദേഹം വന്ന് കണ്ടുപോയി. ഈ വയനാട്ടിൽ ഇത്രയും വലിയൊരു മഹാദുരന്തം നടന്നിട്ട് അദ്ദേഹത്തിന് ഇത്രയും കേരളത്തിനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞു പോയി തൃശ്ശൂരുകാരെ പറ്റിച്ച് വോട്ട് നേടിയ ആളാണ്. അദ്ദേഹത്തിന് ഈ വയനാടും അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ. നമുക്കറിയാം കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആ ബജറ്റിൽ പോലും നമുക്ക് മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. അപ്പം ഇത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ടത് തൃശ്ശൂരുകാർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വെറും ഒരു ഡമ്മി മാത്രമാണ്. ചെയ്യാൻ പറ്റില്ല. അത് 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരുകാർ അത് തിരുത്തി പറയുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകും. നമുക്കറിയാം വയനാട്ടിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം വന്നിട്ട് ഒരു സിമ്പിളായിട്ട്, അത് 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് അദ്ദേഹം. എന്നിട്ട് തന്നെ അദ്ദേഹം വന്ന് ഒരു സാധാരണ ഒരു ലാഘവത്തോട്, സിമ്പിൾ ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് ചുരമിറങ്ങിപ്പോയത്. വളരെ ഖേദകരമാണ്. അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന് പൊതുവെ നമുക്കറിയാം കുറെ അമ്പലങ്ങളും മറ്റേ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഷോ ഓഫ് കാണിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ ഒരു മന്ത്രി എന്നതിലും സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത്. 5 വർഷം നമുക്ക് കാണാലോ. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ മൊത്തം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തന്നെ എത്തിക്കും. അതിനുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ ആക്ടിങ്ങും അതാണ് സത്യത്തിലുള്ളത്.
സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നിലപാടെടുക്കേണ്ടത് കേന്ദ്രമന്ത്രിമാരാണ്. ഒരു ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ദുരന്ത സംഭവങ്ങളൊക്കെ നടന്നത്. ഒരുപക്ഷെ സമാനമായിരിക്കുന്ന ഒരു സംഭവങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴും സഹോദരന്മാരുടെ മൃതദേഹങ്ങൾ കിട്ടാത്തതും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടാത്തതുമായിരിക്കുന്ന വലിയ ഒരു ദുരന്തമായിട്ട് അന്താരാഷ്ട്ര മീഡിയകൾ പോലും വയനാടിന്റെ ദുരന്തത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ ലാഘവത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിഷയം എന്ന് പറഞ്ഞ സമയത്ത് കേന്ദ്രത്തിലെ ഏക BJP മന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി. അങ്ങനെ ആവുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മൗനം പാലിക്കുകയാണ്. ദേശീയ ദുരന്തമായിട്ട് പോലും ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. എല്ലാ നേതാക്കന്മാരും വന്നു പോയതിന് ശേഷമാണ് സുരേഷ് ഗോപി വയനാട്ടിൽ ഇറങ്ങുന്നത്. ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നു, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്നു, ബന്ധപ്പെട്ട MP-മാർ വന്നു, MLA-മാർ വന്നു. സ്ഥിരമായ രീതിയിൽ ആയിരക്കണക്കിന് സാമൂഹ്യ പ്രവർത്തകർ ഈ സഹായ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി വയനാട്ടിൽ ഉണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രമന്ത്രി എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇതിനെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്തരം MP-മാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇത് തൃശ്ശൂരിന് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ മണ്ടത്തരമാണ് പറ്റിയത് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വയനാടിനെ പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കിതച്ച് എത്തിയിട്ട് ഇവിടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാൻ വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കേണ്ട വ്യക്തിയാണ് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ ഒരു സംഭവം ഉള്ളത് വളരെ ലാഘവത്തോടു കൂടി കണ്ടു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു സിനിമാ സ്റ്റൈലാണ് സുരേഷ് ഗോപി ഈ വിഷയത്തെ അഭിമുഖീകരിച്ചത് എന്നാണ്. അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്, മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്, നമ്മൾക്ക് ഒഴിവുള്ള സമയത്തോ നമുക്ക് ഒഴിവ് വരുന്ന സമയത്തോ കയറി പോവാം അല്ലെ കാണാം എന്നുള്ള രീതിയിലേക്ക് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇതിനെ വളരെ ലാഘവത്തോട് കൂടി കണ്ടുകൊണ്ട് വയനാട് നിവാസികളെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്, ഇവിടുത്തെ കാര്യങ്ങൾ അയാൾക്ക് അറിയൂല. അതിനെ പറ്റിയിട്ടാണ് ഇതൊക്കെ ചെറിയ ദുരന്തം പറഞ്ഞാൽ പിന്നെ പറയുന്ന പൊട്ടനല്ലേ. ഇതൊക്കെ ചെറിയ ദുരന്തം പറഞ്ഞാലേ ആ പറയുന്ന ആള് പൊട്ടനാ, വേറെ ഒന്നുമല്ല. ആദ്യം അവിടെ പോയി കണ്ടാലേ അതിനെ പറ്റി അറിയുള്ളൂ, അതിന്റെ ഭീകരത മനസ്സിലാകുള്ളൂ. അതവിടെ പോയി കാണണം, അതന്നെ അതിന്റെ അവസ്ഥ. ഇത്രയും പിന്നെ എത്രയും ജനങ്ങൾ പറയുമ്പോ അതിനെപ്പറ്റി ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തോട് തന്നെ പറയാനുള്ളൂ, ഇവിടെ വന്ന് കാണുക. അന്ന് കണ്ടിട്ടും വലിയതൊന്നും ഉണ്ടാവില്ല, അവരങ്ങനെ തന്നെ പറയുള്ളൂ. പ്രത്യേകിച്ച് കേരള ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയുള്ളൂ. അല്ലാതെ അങ്ങനെ പറയാൻ കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, അതായിരിക്കും. കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടതിനൊരു വേദനയിലാണ്. എന്തായാലും മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതിനുള്ള മറുപടി നല്ലൊരു അടി കൊടുക്കേണ്ടത് ആ തൃശ്ശൂരുകാരനെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 3 ഗ്രാമങ്ങളിൽ നിന്നും 400ഓളം വീടുകൾ എന്നാണ് ഏകദേശം അറിയുന്നത്. ഒരു വീട്ടിലൊരു 4 ആള് അല്ലെങ്കിൽ 3 ആളുണ്ടെങ്കിൽ നമുക്ക് കണക്കൂട്ടിയാൽ മതി എത്ര ആളുകൾ പോയിട്ടുണ്ടാവും എന്നുള്ളത്. ചെറിയൊരു ദുരന്തമാണോ വലിയൊരു ദുരന്തമാണോ എന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല, കിട്ടിയിട്ടില്ല. ബോഡി കിട്ടിയുള്ള കണക്കേ അറിയുള്ളൂ. പക്ഷെ എത്ര പേര് പോയി എന്നുള്ളത് അറിയോ? ആയിരങ്ങളാണോ, അതിൽ കൂടുതലാണോ, കുറവാണോന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതിൽ കൂടുതൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ അതോ ഇനി കാണാൻ പറ്റുമോ, മരിച്ചോ, ഒന്നും അറിയാൻ കഴിയില്ല. അപ്പം അത്രയും വലിയൊരു ദുരന്തമാണ് നമ്മൾ മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രദേശത്തായ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു മനുഷ്യനാവണം, അപ്പോഴാണ് മറ്റു മനുഷ്യന്മാരുടെ ജീവന്റെ വിലയും അത് എത്രത്തോളം വലുതാണെന്നുള്ളതും ചെറുതാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ, പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെ എന്നല്ല, ഇതുപോലെ പലരും ചെറുതായി കാണുന്നതുണ്ട്. അവിടെയൊക്കെ ആ മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് ജീവനുകളാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാവണം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയെങ്കിലും ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ രാവിലെ ഒരു 5 വീട്ടുകാർ മാറി താമസിക്കായിരുന്നു. വീടിന് മുകളിലുള്ള കോളാണ് അതിന് കാരണം. അവിടെ ഒരു മാനസിക പരിഗണന തരുന്നില്ല. എല്ലാം ഇടിഞ്ഞു പോയി നമ്മളൊക്കെ അതിന് അടിയിലാകുമ്പോഴാണ് ഇതേപോലെ മറ്റുള്ള വ്യക്തികൾ പറയാൻ വരുള്ളൂ. അല്ലേ, 2 വർഷം മുമ്പേത്തെ ഈ ചാനലിൽ അത് മുമ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. അപ്പൊ മാനസിക പരിഗണന വേണം, മനുഷ്യനാവണം. മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ആരാണെങ്കിലും സാധാരണ ഒരു മനുഷ്യനാവണം. അപ്പോഴാണ് ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കണക്കാക്കുള്ളൂ. ജയിപ്പിച്ചു വിട്ട് മന്ത്രിയാക്കിയത് തൃശ്ശൂരുകാരാണല്ലോ, അവരാണ് അതിൻ്റെ ഉള്ള മറുപടി കൊടുക്കേണ്ടത്. ഇരിഞ്ഞാലക്കുടയിലേക്ക് എന്റെ മോളെ കെട്ടിച്ച് ഓനങ്ങനെ അങ്ങനത്തെ ഒരു വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓന അത്ര വലിയ പ്രമാണിയാണെങ്കിൽ നമുക്കൊന്ന് കാണണം നമുക്കൊരു ആഗ്രഹം. എന്തുകൊണ്ട് വെച്ചാൽ അവരാ പെരുമാറ്റം നമുക്ക് ഇഷ്ടമായില്ല, ആ പെരുമാറ്റം നമുക്ക് ഇഷ്ടമായില്ല. അതന്നെ ഭയങ്കര സങ്കടമുണ്ട് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞേല്. സുരേഷ് ഗോപി അങ്ങനെ ഒരിക്കലും ഒരു കാലത്ത് പറയാൻ പാടില്ല.
ഒരിക്കലും ഒരു കാലത്ത് അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട് പറയച്ചപ്പോ അവിടെ വന്ന് കണ്ടതിനെ കൊണ്ട് വന്ന് അന്വേഷിച്ച് കണ്ട്, എന്നാലും അതിനെപ്പറ്റി വളരെയധികം വിഷമമുണ്ട്. ഒന്ന് നല്ലത് പറയണേ. അവൻ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ പറയും തൃശ്ശൂർ എന്റേതാണ്, തൃശ്ശൂരും കൊണ്ട് പിടിച്ചെടുക്കുക, എടുത്ത് ജനങ്ങൾ ജയിപ്പിച്ച്. പക്ഷെ 2 അക്ഷരമാണ് നന്ദി. കേന്ദ്രമന്ത്രി ലെവലിലേക്കാന്ന് വേറെ കാര്യം. കേന്ദ്രമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അത് ആളെ തിരിച്ചു വിടില്ലല്ലേ. മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മന്ത്രിയാണ്, അല്ല BJPന്റെ മന്ത്രി അല്ലല്ലോ, ജനങ്ങളെ മന്ത്രിയല്ലേ. ഇതാണ് നമ്മൾ പഠിച്ച പഠിപ്പ് അങ്ങനെയാണ്. തൃശ്ശൂർക്കാരോട് പറഞ്ഞ ജയിപ്പിച്ചതിന് നിങ്ങളെ അങ്ങനെ പറയുന്നുണ്ട് വയനാട്ടുകാർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം ഓടി എത്തേണ്ട ഒരാളാണ് തൃശ്ശൂർ മന്ത്രി എത്തേണ്ടാണ്, പിന്നെയല്ല എല്ലാരും ഇങ്ങോട്ട് ഓടി എത്തുന്നത് അല്ലേ. എന്റെ മകളെ കെട്ടിച്ചത് ഇരിഞ്ഞാലക്കുട അല്ല, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാണ് ഇരിഞ്ഞാലക്കുട. ഞാൻ ഒരു അന്വേഷണം നടത്തി, തൃശ്ശൂർ എന്റേതാണ് ശരി സമ്മതിച്ച്. പക്ഷെ ജനങ്ങളോട് അങ്ങനെ ഒരു മുഖത്തടിച്ചവര് പറയാൻ പാടില്ല, അത് തെറ്റല്ലേ. വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. എന്താ അവിടെ പുത്തുമല നടന്നതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത്. സുരേഷ് ഗോപിക്ക് എന്നല്ല, ആർക്ക് മന്ത്രിമാർക്കാണെങ്കിലും പ്രധാനമന്ത്രിക്കാണെങ്കിലും ആർക്ക് എന്തും പറയാം. കാരണം ഇവിടെ ജനങ്ങളെ സുരക്ഷിത ഇപ്പം റെഡിയല്ല. ഇപ്പോഴും ഭയങ്കര ഭയാനകമായ ഒരു എന്താ പറയാൻ പറ്റാത്ത രീതിയാണ് ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് പറയാം, സുരേഷ് ഗോപിക്ക് പറയാം, MLAക്ക് പറയാം, അങ്ങനെ പല ആളുകൾക്ക് പലതും പറയാം. ഞങ്ങളുടെ സുരക്ഷിത ഞങ്ങൾ തന്നെ നിയന്ത്രിക്കേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഭക്ഷണ സാധനം കൊണ്ടുവന്നത് ഉപകാരപ്പെട്ട സ്ഥലത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിഷയമല്ല. പല സ്ഥലങ്ങളിലേക്ക് അതിന് അർഹതപ്പെട്ടവർക്കല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലാണ് ഒരു വിഷമം. സുരേഷ് ഗോപിനെ പറ്റി നല്ലൊരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇല്ല. അയാൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞ മറുപടിയും അങ്ങനെയാണ്. സഹായം ആവശ്യപ്പെടട്ടെ കേരള സർക്കാർ ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞത്. കേരള സർക്കാർ ആവശ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം, സർക്കാരിനറിയാം, എല്ലാവർക്കും അറിയാം ഇങ്ങനെ വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത്. അപ്പം അതിന് സുരേഷ് ഗോപിനോടായിട്ട് ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഒരാളോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി ഇതിന് മുൻകൈയിട്ട് ഒരുപാട് വയനാട് MLA നല്ലൊരു MLA ആണ്. അയാൾ വന്നിട്ട് നല്ല സഹായകാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഇപ്പം ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറയാൻ സുരേഷ് ഗോപിനെ പറ്റിയില്ല. നമുക്ക് എന്താ പറയാനുള്ളത്, ഇത് ചെറിയ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം ഒരു വലിയ ദുരന്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് ആദ്യം മുതലേ പറയുന്നതാണ്. എന്നിട്ടും അതൊരു ചെറിയ ദുരന്തമാണ്, ഇപ്പോൾ സഹായം ആവശ്യമില്ല എന്ന് പറയുന്നത് എന്ത് മനഃശാസ്ത്രത്തിന്റെ പേരിലാണെന്ന് അറിയില്ല. കാരണം നേരിൽ കണ്ട ആളാണ്, ഞാനൊക്കെ പോയി നേരിൽ കണ്ട ആളാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഭൂചലനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഗാധമായ ഒരു വലിയ മഹാദുരന്തം തന്നെയായിരുന്നു. ഇത്ര പേര് മരിച്ചത് കൂടാതെ ഒരു വസ്തു പോലും ബാക്കി വെക്കാതെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് അതൊരു ചെറിയ ദുരന്തമാണെന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് എങ്ങനെ അംഗീകരിക്കണമെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത്രയും ഭീകരവും എന്താ പറയാ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സുരേഷ് സാറിനോട് പറയാനുള്ളത്, ഈ പാവപ്പെട്ട ഇവിടെ നിന്നും ജയിച്ചു പോയ ഒരാളാണ്, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരാളാണ് എന്ന നിലയ്ക്ക് വയനാടിനെ രക്ഷിക്കേണ്ട ഒരു കടമ കൂടി മൂപ്പർക്കുണ്ട്. ഞാനും അത് പോയി കണ്ടതാണ്, മല ചെരുപ്പ് പോയി കണ്ടതാണ്. പിന്നെ അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിക്കണത്. ചെറുതൊന്നല്ല, വലുത് കിലോമീറ്റർ കണക്കിനാണ് ഈ സംഭവം പൊട്ടി പുറപ്പെട്ടിട്ട് എല്ലാം പല ഇതായിട്ട് ഒന്നും ഇവിടെ ചൂരൽമല ഉള്ള കടകളും എല്ലാം എടുത്ത് പോയിക്കാണ്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. പിന്നെ അത് രാത്രി ആയതുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി 3/4% പോയി എന്നാണ് എൻ്റെ അറിവ്. വയനാടിനെ സംബന്ധിച്ച് ഈ ഒരു ദേശീയ ദുരന്തം തന്നെയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വേണ്ടത്ര ഒരു ശ്രദ്ധ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് വളരെ വേദന ഉള്ളൊരു കാര്യമാണ്. അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് എടുത്ത ചില നടപടികളും വളരെ പ്രയാസപ്പെട്ടതാണ്. 500ഓളം വരുന്ന വൈത്തിരി അല്ലെങ്കിൽ വയനാട്ടിൽ വൈത്തിരി മാത്രം 500ഓളം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം മൊത്തത്തിൽ കെട്ടിയടച്ച് എല്ലാ ആളുകളെയും സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെടുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രദേശം മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെട്ടാണ്. അത് 3 ഗ്രാമങ്ങളാണ് പോയത്. 100 കണക്കിന് ആൾക്കാരെ ഇപ്പോൾ കിട്ടാനുണ്ട്. എവിടെയെന്നാണ് ആർക്കും അറിയില്ല. ഇപ്പം വീടുകളില്ലാതെ പലരും
അഭയം തേടാൻ വേണ്ടിയിട്ട് വീടുകളും മറ്റും അന്വേഷിച്ച് നടക്കുന്ന ഇതിനാണ്. നിത്യവൃത്തിക്ക് വരെ കഴിയാത്ത ആൾക്കാരാണ്. കൂലിപ്പണി എടുത്തിട്ടാണ് ഒരുവിധം വിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്നത്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് അത് കാര്യമാക്കേണ്ട ചെറിയ ദുരന്തമാണെന്നും അത് അത്രയും അപരിപനെയാണ് അങ്ങനെ പറയുന്നത്.